നമ്മൾ അതിലെങ്ങനെ നടന്നു വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. നമ്മുടെ ഒരു സാധാ കൃഷിയിടം, അതിൻ്റെ നടുക്കുള്ളൊരു ഫാക്ടറി. ഈ ഒരു തോട് കടന്നിട്ട് വേണം നമുക്ക് ശർക്കര നിർമ്മാണം കാണാൻ പോകാൻ. അപ്പോൾ തോട് വഴുക്കുന്ന ആൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊന്ന് ഈ തോട് കിടക്കുക എന്നുള്ളതല്ല ടാസ്ക്, ഈ തോട്ടിൽ കാല് കുത്തുക എന്നുള്ളതാണ്. കാല് തരിച്ച ടൈപ്പ് വേദന ഉണ്ടാകുന്ന ടൈപ്പ് തണുപ്പ് ആ വെള്ളത്തിന് കാലുമ തട്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആ തോടും കടന്നിട്ട് വേണം നമ്മൾ ഫാക്ടറി അല്ലെങ്കിൽ ശർക്കര നിർമ്മാണ കേന്ദ്രം കാണാൻ പോകാൻ വേണ്ടിയിട്ട്. കുറച്ചധികം നടന്നിട്ട് നമ്മളിപ്പോൾ ഇവിടുന്നാണ് വന്നത്, ആ മലയുടെ മുകളിൽ നിന്നാണ് വന്നത്. ഈ മലയുടെ മുകളിലെത്തി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വലിയൊരു മെഷീനാണ്. ആയതുകൊണ്ട് തന്നെ 5, 6, 8, 9, 10 കമ്പൊക്കെ അറ്റേ ടൈം ഇതിൽ പിന്നെ എന്താ പറയുക തള്ളി കയറ്റാൻ കഴിയും. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം എന്താ പറയുക ജ്യൂസ് എടുക്കേണ്ട കാര്യമല്ല. അതൊരൊറ്റ പ്രാവശ്യം തന്നെ പെട്രോൾ കൂടിയുണ്ട് അതിൽ കംപ്ലീറ്റ് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് ഇവിടെ അത് വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് അവിടുന്ന് നേരെ പോണത് ആ പൈപ്പ് ഇവർക്ക് വേറൊരു ടാങ്ക് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അത് അവിടെ ഉണ്ടാ ടാങ്ക്, ആ ടാങ്കൊക്കെയാണ് പിന്നെ പോവുക. പിന്നെ അതിന് കൊട്ടയ്ക്ക് ഇറങ്ങിയിട്ടുള്ളത് അതിപ്പോൾ അതിൻ്റെ വേസ്റ്റാണ്. ഈ മെഷീൻ്റെ ഒരു വലുപ്പം കണ്ട, ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ചെറിയൊരു മെഷീനല്ല, അത് വലിയൊരു മെഷീനാണ്. ആയതുകൊണ്ട് തന്നെ ഇതിൽ അറ്റ് എ ടൈം 8, 9, 10 കമ്പൊക്കെ കരിമ്പിൻ്റെ കമ്പൊക്കെ ഇവർ അതിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ജ്യൂസ്. അതിന് എക്സ്ട്രാക്ട് ചെയ്ത ജ്യൂസ് ഈ കണ്ടെയ്നറിൽ വന്നു. ഈ കണ്ടെയ്നറിന് നേരെ ഞൈക്ക് പാർന്ന് അതിൽ അതിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല ഈ ചെമ്പിൽ കരിമ്പ് ജ്യൂസ് മാത്രമേ ഉള്ളൂ, വേറെ എന്തെങ്കിലും ചേർക്കും ഇതിൽ? കരിമ്പ് ജ്യൂസ് മാത്രമേ. ഇത് എത്ര മണിക്കൂർ തിളപ്പിക്കും ഇങ്ങനെ? 3 മണിക്കൂർ. 3 മണിക്കൂർ കൊണ്ട് ഈ പരുവാവും ഇങ്ങോട്ട് പാരും അല്ലേ? ഇതിപ്പോൾ എത്ര മണിക്കൂർ തിളച്ചു ഓൾറെഡി? ഇത് എത്ര മണിക്കൂർ തിളച്ചു? ഇപ്പം തീ കത്തിച്ചിട്ടുള്ളൂ അല്ലേ? നാട്ടിലിപ്പം മറയൂർ ശർക്കര എന്ന് പറഞ്ഞു കൊടുക്കണത് കറക്റ്റ് ആണോ എന്നാ? എല്ലാം മിക്സിങ് ആണ് അല്ലേ? ഈ പുക ഇങ്ങനെ വരുമ്പം സാധാരണ നമുക്ക് നിൽക്കാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ട് വരുമല്ലോ. എന്നാൽ ഇതിനങ്ങനെയൊന്നുമില്ല കേട്ടോ. ഈ ഒരു പുക നമുക്ക് വന്നതുകൊണ്ട് നല്ലൊരു സുഗന്ധം, ഒരു രസമുള്ള മണവും അതുപോലെ തന്നെ അതൊരു എന്താ പറയുക നിൽക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ഈ ഒരു പുക ഇങ്ങനെ വരുന്നത് കൊണ്ട് അത് നമുക്ക് അടിക്കുന്നത് കൊണ്ടോ ഇത് ഈ ഒരു തണുത്ത കാലാവസ്ഥയും കൂടി ആയിട്ടാണ് തോന്നുന്നു. അതതിൻ്റെ പതയൊക്കെ അല്ലേ? കരിമ്പ് ജ്യൂസ് അടിച്ച് അല്ല ജ്യൂസ് നമ്മൾ പാരുമ്പോൾ ഉണ്ടാവുന്ന പതയൊക്കെ ആവില്ലേ കാര്യമായിട്ട്? അത് അതിൻ്റെ ആ തരിയും പതയും കാര്യങ്ങളൊക്കെ ആവും ഈ വേസ്റ്റ് ആയിട്ട് മുകളിലുള്ളത് അല്ലേ? ആ 1.5 ടൺ കരിമ്പിൻ്റെ ജ്യൂസ് ഉണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിൽ? 100-200 കിലോ അല്ല, 1.5 ടൺ കരിമ്പിൻ്റെ ജ്യൂസാണ് ഈ കിടക്കുന്നത് അല്ലേ? ഇത് തിളച്ച് ഇത് പാകമായി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിലോ ഇത് കിട്ടും, ശർക്കര കിട്ടും? 1.5 ടണ്ണ് തിളപ്പിച്ച് വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ 200 കിലോ കിട്ടും. ആ ഇത് 200 കിലോ ഉണ്ടാവില്ലേ മൊത്തം കണക്ക്? അതിൻ്റെ കണക്കാണ് അല്ലേ? കാരണം ഇപ്പോൾ അതിൻ്റെ വേസ്റ്റ് ഒക്കെ മാറ്റി കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിങ്ങനെ പ്രോസസ്സ് ആയിക്കൊണ്ട് ഇപ്പോൾ തിളച്ച് തുടങ്ങി, അവിടെയൊക്കെ തിളച്ച് തുടങ്ങി. 3 മണിക്കൂർ ഒന്ന് തിളച്ചാലാണ് ഇത് ഈ ഒരു അതായത് ജ്യൂസ് തിളച്ചാലാണ് ഈ ഒരു ശർക്കര പരുവത്തേക്ക് ഇതായി വരിക. ഈ ഹീറ്റിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി അവർക്ക് തന്നെ അറിയുള്ളൂ ഇത് എങ്ങനെയാണ് അല്ലെങ്കിൽ എത്ര ചൂടിലാണ് ഇത് വെക്കണമെന്നുള്ളതൊക്കെ. പക്ഷേ കളിയാണ് മുകളിൽ നിന്ന് എടുത്ത് കളിയുന്നതിന് നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അത്യാവശ്യം. പക്ഷെ പഞ്ചസാര ഇതിന്റെ പ്രൊഡക്റ്റ് തന്നെയല്ലേ? അല്ല ഇതിൽ നിന്ന് കരിമ്പ് തന്നെ കിട്ടണല്ലേ നമുക്ക് പഞ്ചസാര? കെമിക്കൽ ഉണ്ട് അല്ലേ? ചേർത്തിട്ട് നമ്മളിപ്പോ ശർക്കര വന്ന് 65-70 ആ കടയിൽ 100-120 രൂപ കൊടുക്കും അവര്. ചെമ്പില് ഇപ്പൊ നമ്മള് പാൽ ഒടിക്കുന്നത് ഫുള്ളായിട്ട് ഒടിക്കുന്നില്ല. പഞ്ചസാര ഇടുമ്പോൾ അര പാത്രം ഇട്ടിട്ട് പഞ്ചസാര ഓടിക്കണം. അപ്പൊ മിസ്സിങ് അത് ശരി. ഞാൻ ആലോചിക്കണതല്ലണ്ണ, ഇതിപ്പം ഇത്രയും തിളച്ചോണ്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇത്രയും പോർഷൻ അല്ലെങ്കിൽ ഈ ഒരു 1.5 ടണ്ണ് കരിമ്പിന്റെ ജ്യൂസ് ഇവിടെ തിളച്ചോണ്ട് ഇവിടെ ചൂടില്ലല്ലോ? അതെന്താ തീരെ ചൂടില്ല? ഇത്ര വലിയൊരു ചെമ്പിന്റെ അടുത്ത് ഇത്ര തിളച്ചിട്ട് ചൂടില്ല നമുക്ക് നിൽക്കുന്ന ആൾക്ക്? ആ ഓ അതങ്ങനെ പോവാണല്ലേ? ശരി. ആ ഓക്കെ അങ്ങനെയാണ് അല്ലേ?
ഇത് അതിന്റെ കുട്ടൻ സാധനല്ല ശരിക്കും കേട്ടോ. കാരണം ആ തീ കത്തിക്കുന്നത് അവിടെ ഒരു ചിമ്മിനി പോലെ അതിന്റെ അപ്പുറത്തുനിന്ന് ചിമ്മിനി ആയിട്ട് അതിന്റെ അപ്പുറത്തൂടെ പോകണ്ട. അതാണ് നമുക്ക് ചൂട് അത്ര തന്നെ ഇവിടെ വരാത്തത്. 4 മണിക്കൂർ ഒരു ചെമ്പിന് വരുന്ന പ്രോസസ് ടൈമാണ്. ഇതിപ്പോൾ നമ്മൾ വെറുതെ ഒരു ശർക്കര എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഇതിൻ്റെ ഒരു ഉണ്ടാവാൻ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പിടിക്കുന്ന സമയമാണ് ഒരു 4 മണിക്കൂർ 5 മണിക്കൂറോളം പിടിക്കും ഇവർക്ക് ജ്യൂസ് അടിച്ച് ജ്യൂസാക്കി ഇപ്പം ഇത് വറ്റിച്ച് ഇതേപോലെ തന്നെ ശർക്കരയായി മാറാൻ. നമ്മൾ നേരത്തെ വന്നപ്പോൾ ഒരുപാടുണ്ടായിരുന്നു, അത് കഴിഞ്ഞു കേട്ടോ. മണ്ണിൻ്റെ അത് ബോൾ ഉരുളിയാക്കി താനെ ഉണങ്ങുക. അല്ലാതെ വെയിലത്ത് വെച്ചാൽ ഉണക്കുമെന്നല്ലാതെ അങ്ങനെ തന്നെ താനെ ഡ്രൈ ആയി മാറുക. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ ചാക്കിലാക്കിയാണ്ട് ഇവർ മാർക്കറ്റിലേക്ക് വിൽപ്പനയ്ക്ക് എത്തിക്കുക ചെയ്യുന്നത് സാധാരണ. 3 മണിക്കൂർ പണി തന്നെയാണല്ലോ അണ്ണാ. പക്ഷെ മറിച്ച് സുഖം എന്താന്ന് വെച്ചാൽ വിറകിന്റെ ആവശ്യമല്ല. വിറക് വേണ്ട, ഇത് മതി അല്ലേ? ഇതിന്റെ ചപ്പ് മതി. ആ അത് തന്നെ പിന്നീട് പ്രോസസ് ചെയ്യാം അല്ലേ? അത് ഒഴിവില്ലാത്ത പണിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തീ കെടാൻ പറ്റില്ല. ഈ എന്താ പറയുക, ഈ ബേണർ അല്ലെങ്കിൽ ഈ ചെമ്പിൻ്റെ താഴെയുള്ള തീ അതിങ്ങനെ കണ്ടിന്യൂസ് ഒരാൾ അതിനായിട്ട് നിൽക്കണം. അദ്ദേഹത്തിന് വേറെ ജോലിയൊന്നുമില്ല. അതങ്ങനെ ആ തീ കത്താൻ വേണ്ട പാകത്തിനുള്ള വിറക് അതങ്ങനെ തള്ളിക്കൊണ്ട് നിൽക്കുക. ആ ഇവിടെയാണ് അതിൻ്റെ തീ വരുന്നത് അല്ലേ? ഇല്ലല്ല, ഈ ചെമ്പിനകത്ത് ഇങ്ങോട്ട് അതിനകത്ത് മുകളിൽ പോകും. അത് ശരി, കണ്ടു. അത് അതിന്റെ ചിമ്മിനിയായിട്ട് അതിന്റെ പുറന്തള്ള അതിന്റെ എയറും പുകയും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഉള്ളിൽ വരൂല, ഒക്കെ പുറത്തേക്ക് വരും. ഒക്കെ പുറത്തേക്ക് പോകും അല്ലേ? അണ്ണാ ഇതെന്താ? ഇത് അതിന്റെ വേസ്റ്റ് എടുക്കാനാ? ഈ അതിന്റെ മറ്റേ ആഷും കാര്യങ്ങളും അതിന്റെ ഡ്രൈ ആയിട്ടുള്ളതൊക്കെ പുറത്തേക്ക് തള്ളാൻ അല്ലേ? നമ്മൾ നേരത്തെ കണ്ട ജ്യൂസ് ഇപ്പം അതിന്റെ രൂപം മാറിയല്ലോ അണ്ണാ. അപ്പൊ കുറച്ച് ടൈറ്റായി തുടങ്ങിയല്ലോ അല്ലേ? ഇനി 3 മണിക്കൂർ കൊണ്ട് കറക്റ്റ് പരുവാകും അല്ലേ? പിന്നെ നിങ്ങളൊന്ന് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കുക. ഈ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം തണുക്കാൻ വെക്കും. ഒഴിച്ച പാടത്തിന് ബോളാക്കും ഇല്ല? അപ്പം തന്നെ ഡ്രൈ ആയിട്ടും അല്ലേ? അണ്ണം ഇത് എത്ര വർഷമായി? കുറേ വർഷമായി? 35 വർഷമായി ഇവിടെ തന്നെ. സെയിം. വറ്റി വന്നിട്ടുള്ള ശർക്കര അളക്കുന്ന അദ്ദേഹത്തെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. 140 ഡിഗ്രി തിളച്ച ശർക്കരയാണ് കൈ നോക്കിയത് അയാൾ. ഇത് ആരും നമുക്കൊന്നും അനുകരിച്ചാൽ ചിലപ്പോൾ കൈ പൊള്ളിപ്പോവും. നമ്മളൊക്കെ അനുകരിച്ചത് അദ്ദേഹം 140 ഡിഗ്രി തിളച്ചുകൊണ്ട് നിൽക്കുന്ന ശർക്കര, വറ്റി വരുന്ന ശർക്കരയിലാണ് അയാൾ കൈയെടുത്തിട്ടത്. ഓപ്പൺ ചെയ്തു, ഫുൾ ഡ്രെയിനായിട്ട് അതിൽ ഡ്രെയിനായത് ഇതിൽ വന്നു. വേറൊന്നുണ്ട്, ഇവർ ഇതിൻ്റെ പരുവൊക്കെ ഇവർ തന്നെയാണ് കേട്ടോ ഉറപ്പ് വരുത്തുന്നത്. അതായത് ഇവർ ഈ കൈ അതിന് നേരത്തെ ഇട്ടല്ലോ, അത്രയും തിളച്ചുകൊണ്ട് അവർ കൈ ഇട്ടുകൊണ്ട് അവർ നോക്കുന്നത് പരുവായിട്ടുണ്ടോ, ഇത് പിന്നെ ഈ ചെമ്പിലോട്ട് മറ്റു ചെമ്പിലോട്ട് പാർത്താനായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവർ നോക്കുന്നത്. അതിനത് ഇവർക്കത് അറിയാം, ഇവർ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവർക്കത് അതൊന്ന് കൈയിട്ട് നോക്കി അതിൽ കുറച്ചെടുത്ത് പിന്നെ ഒന്ന് വെള്ളത്തിൽ മുക്കിയാണ്ടാണ് അതിൻ്റെ പരുവം നോക്കുന്നത് അവർ. ഏറെക്കുറെ ഇത്രയൊക്കെയാണ് മറയൂർ ശർക്കരയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഘട്ടം എന്ന് പറയുന്നത്. ഇനി ഇത് ആവശ്യാനുസരണം ഏത് ഡിസൈനാണോ വേണ്ടത് അത് കൂടുതലും കൈകൊണ്ട് ഉള്ളിലാക്കാറാണ്. അതല്ലാതെ ഇനി മോട്ടിലിട്ട് അങ്ങനെയാണോ അങ്ങനെയൊക്കെ ഇനി ഈ ഒരു ഈ ചെമ്പന്ന് മൊത്തം ഒന്ന് ചരിച്ചു വെച്ചുകൊണ്ട് അത് ഏറെക്കുറെ എടുത്തു. അപ്പോൾ ഈ ഡ്രമ്മിലോട്ട് മൊത്തം മാറ്റി ഒരു അരിപ്പ വഴി അരിച്ചു. മാർക്കറ്റ് കൊടുക്കണമെങ്കിൽ എത്ര കിട്ടും? എത്ര ഉണ്ടെണ്ണ കിലോയ്ക്ക്? ആണല്ലേ? ഇത് കുറവാണോ അതോ കൂടുതലാ? കുറവാണല്ലേ? അപ്പം അങ്ങനെ ഇതൊരു ചെറിയ പ്രോസസ്സല്ല, അത് അത്യാവശ്യം ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉള്ള പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെറുതാക്കി കാണേണ്ട ഒരു കാര്യമല്ല. കാരണം നല്ല സമയമെടുത്ത് ചെയ്യേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് മറയൂർ ശർക്കരയുടെ പ്രോസസ്സ്. എന്താണ് മറയൂർ ശർക്കര?
മറയൂർ ശർക്കര എന്ന് പറഞ്ഞാൽ സാധാരണ മറ്റുള്ള ശർക്കര പോലെ തന്നെയാണ്. പക്ഷേ ഇവരിത് ആളുകളുടെ മുന്നിൽ വെച്ച് ചെയ്യുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഇവിടെ വേറെ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും നമുക്കിത് കാണാം. ഇതിൽ കൃത്രിമമൊന്നുമില്ല, മായമൊന്നുമില്ല എന്നുള്ളതാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇത്രയൊക്കെ തന്നെയുള്ളൂ മറയൂർ ശർക്കര. അല്ലാതെ ഒരുപാട് പ്രത്യേകതകളൊന്നുമില്ല, സാധാരണ ഒരു ശർക്കര പോലെ തന്നെ. പക്ഷെ പ്രത്യേകിച്ച് മായങ്ങളൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. നമ്മളെ പിന്നെ അണ്ണൻ്റെ ശർക്കര ഫാക്ടറിയിൽ നിന്ന് കുറച്ച് ശർക്കരയും വാങ്ങി നമ്മൾ പോകുന്നു. ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു, അതിന് കുറച്ച് ശർക്കര നമ്മളും വാങ്ങി തിരിച്ച് നമ്മൾ വന്ന വഴി തന്നെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്.